തൊണ്ണൂറുകളുടെ മലയാള സിനിമകളുടെ പേരുകൾ കേട്ടാൽ പോലും മനസ്സ് ഒരു നേരത്തേക്ക് പഴയ കാലത്തേക്ക് പോകും. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് 1992 ഇറങ്ങിയ ഒരു ക്ലാസിക് സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ച താരങ്ങളുടെ 1992 പ്രായവും 2025 അവരുടെ പ്രായവുമാണ്. ചിലർ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരുടെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ ആ തിയേറ്ററിൽ റിലീസായപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടത് തിയേറ്ററിലാണോ അതോ OTTയിലാണോ അതോ TV-യിലാണോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാൻ വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ താരങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യത്തെ നമ്മുടെ സൗബിൻ ഷാഹിറാണ്. സൗബിൻ ഷാഹിർ ഈ സിനിമയിൽ ഒരു ബാലതാരമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സൗബിൻ ഷാഹിറിൻ്റെ പ്രായം 5 ആയിരുന്നു. ഇപ്പോൾ സൗബിൻ ഷാഹിറിൻ്റെ പ്രായം 41. അടുത്തത് രാധികയാണ്. രാധിക ഈ സിനിമയിൽ കൃഷ്ണമൂർത്തിയുടെ ഒരു മരുമകളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രാധികയുടെ പ്രായം 10 ആയിരുന്നു. ഇപ്പോൾ രാധികയുടെ പ്രായം 43. അടുത്തത് ജെയിംസ് ആണ്. ജെയിംസ് ഈ സിനിമയിൽ ഒരു കോളനിയിലെ ഒരു അംഗമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജെയിംസിൻ്റെ പ്രായം 35 ആയിരുന്നു. 2007 52 വയസ്സിൽ ജെയിംസ് അന്തരിച്ചു. അടുത്തത് പ്രിയങ്ക അനൂപാണ്. പ്രിയങ്ക അനൂപ് ഈ സിനിമയിൽ ഒരു കോളനിയിലെ ഒരു താരമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രിയങ്ക അനൂപിൻ്റെ പ്രായം 12 ആയിരുന്നു. ഇപ്പോൾ പ്രിയങ്ക അനൂപിൻ്റെ പ്രായം 46. അടുത്തത് ടി.ആർ. റോമനയാണ്. ടി.ആർ. റോമന ഈ സിനിമയിൽ കൃഷ്ണമൂർത്തിയുടെ അമ്മായിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ 1992 ടി.ആർ. റോമനയുടെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ ടി.ആർ. റോമനയുടെ പ്രായം 86. അടുത്തത് ശാന്തകുമാരിയാണ്. ശാന്തകുമാരി കോളനിയിലെ ഒരു സ്ത്രീ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ 1992 ശാന്തകുമാരിയുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ ശാന്തകുമാരിയുടെ പ്രായം 79. അടുത്തത് ശങ്കരാടിയാണ്. ശങ്കരാടി ഈ സിനിമയിൽ ഒരു ഭ്രാന്തുള്ള ഒരു മനുഷ്യനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശങ്കരാടിയുടെ 1992 പ്രായം 70 ആയിരുന്നു. 2001 80 വയസ്സിൽ ശങ്കരാടി അന്തരിച്ചു. അപ്പോൾ ഒരു സീൻ മാത്രം അഭിനയിച്ചിട്ടും ശങ്കരാടിയെ ഇന്നും ഓർക്കുന്നവർ ആരൊക്കെയാണ്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമ നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ്? അത് TV-യിലായിരുന്നോ അതോ യൂട്യൂബിലായിരുന്നോ അതോ OTTയിലായിരുന്നോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ സിനിമ 4K റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കാണുമെന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് കുഞ്ചനാണ്. കുഞ്ചൻ ഈ സിനിമയിൽ പട്ടാഭിരാമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുഞ്ചൻ്റെ പ്രായം 39 ആയിരുന്നു. ഇപ്പോൾ കുഞ്ചൻ്റെ പ്രായം 73. അടുത്തത് TP മാധവനാണ്. TP മാധവൻ ശിവരാമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത് ഈ സിനിമയിൽ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 1992 TP മാധവൻ്റെ പ്രായം 55 ആയിരുന്നു. 2024 88 വയസ്സിൽ TP മാധവൻ അന്തരിച്ചു. അടുത്തത് കവിയൂർ പൊന്നമ്മയാണ്. പാർവതി അമ്മാൾ എന്നുള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ 1992 കവിയൂർ പൊന്നമ്മയുടെ പ്രായം 47 ആയിരുന്നു. 2024 79 വയസ്സിൽ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അടുത്തത് ഫിലോമിനയാണ്. സുഹറബായ് എന്നൊരു കഥാപാത്രമായിരുന്നു ഫിലോമിന ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ 1992 ഫിലോമിനയുടെ പ്രായം 66 ആയിരുന്നു. 2006 80 വയസ്സിൽ ഫിലോമിന അന്തരിച്ചു. അടുത്തത് ഭീമൻ രഘു ആണ്. ഇരുമ്പ് ജോൺ എന്നൊരു കഥാപാത്രമായിരുന്നു ഭീമൻ രഘു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭീമൻ രഘുവിൻ്റെ പ്രായം 38 ആയിരുന്നു. ഇപ്പോൾ ഭീമൻ രഘുവിൻ്റെ പ്രായം 73 ആണ്.
അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ വട്ടപ്പള്ളി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജയരാഘവൻ്റെ പ്രായം 41 ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രായം 74. 90കളിലെ വില്ലന്മാരുടെ ഭീഷണി ഇന്നത്തെ സിനിമകളിൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് കുതിരവട്ടം പപ്പു ആണ്. എരുമേലി എന്നൊരു കഥാപാത്രമായിരുന്നു കുതിരവട്ടം പപ്പു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ പ്രായം 55. 2000 63 വയസ്സിൽ കുതിരവട്ടം പപ്പു അന്തരിച്ചു. അടുത്തത് നെടുമുടി വേണുവാണ്. മൂസ സേട്ടു എന്നൊരു കഥാപാത്രമായിരുന്നു നെടുമുടി വേണു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 1992 നെടുമുടി വേണു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 44. 2021 73 വയസ്സിൽ നെടുമുടി വേണു അന്തരിച്ചു. അടുത്തത് KPSC ലളിതയാണ്. പട്ടാളം മാധവിയമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ KPSC ലളിത അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ KPSC ലളിതയുടെ പ്രായം 48. 2022 75 വയസ്സിൽ KPSC ലളിത അന്തരിച്ചു. അടുത്തത് ജഗന്നാഥ വർമ്മയാണ്. കമ്പനിയുടെ MD ആയിട്ടായിരുന്നു ഈ ഒരു സിനിമയിൽ ജഗന്നാഥ വർമ്മ അഭിനയിച്ചിരുന്നത്. 1992 അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 53. 2016 77 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് വിജയരംഗരാജു ആണ്. വിജയരംഗരാജു ഈ സിനിമയിൽ പറവൂർ റാവുത്തർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. 1992 ഈ ഒരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ രംഗരാജുവിൻ്റെ പ്രായം 38. 2025 70 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ദേവനാണ്. അഡ്വക്കേറ്റ് തോമസ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ദേവൻ അഭിനയിച്ചിരുന്നത്. 1992 ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദേവൻ്റെ പ്രായം 40. ഇപ്പോൾ ദേവൻ്റെ പ്രായം 74. അടുത്തത് കനകയാണ്. കനക ഈ സിനിമയിൽ ഉണ്ണിമോൾ എന്നുള്ള ഒരു പ്രധാന കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കനകയുടെ പ്രായം 1992 20. ഇപ്പോൾ കനകയുടെ പ്രായം 55. അടുത്തത് ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് ഈ സിനിമയിൽ KK ജോസഫ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 1992 ഇന്നസെൻറ്റിൻ്റെ പ്രായം 44. 2023 75 വയസ്സിൽ ഇന്നസെൻ്റ് അന്തരിച്ചു. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ G കൃഷ്ണമൂർത്തി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. 1992 ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 32. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 66. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരങ്ങളുടെയും ഈ സിനിമയുടെയും ഓർമ്മകൾ ഇന്നും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ആ കഥാപാത്രം ആരാണ്? അത് നമ്മുടെ KK ജോസഫ് ആണോ, അതോ കൃഷ്ണമൂർത്തിയാണോ, അതോ നമ്മുടെ പട്ടാളം മാധവിയമ്മയാണോ? അപ്പോൾ ഇതുപോലെയുള്ള സിനിമകളുടെ ഏജും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു കോമഡി ഡയലോഗും നിങ്ങൾ അവസാനമായിട്ട് ആ ഡയലോഗ് കണ്ട സമയം ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.